Scanning, tunneling, microscope. So these are mainly used for imaging surfaces at atomic level, and the surfaces must be either a conducting surface or a semi-conducting surface. STMൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ക്വാണ്ടം ടണലിംഗ് ആണ്. സോ ഇതാണ് ഒരു STMൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇസ് എ സ്കാനിങ് ടിപ്പ്, ദെൻ എ പീസോ ഇലക്ട്രിക് ട്യൂബ്, next is an amplifier, then a distance control and scanning unit, data processing and display unit, then a vibration isolation system. Next, working. STMൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോബിനെയാണ് ടിപ്പ് എന്ന് പറയാം. ആ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഒരു തിൻ നീഡിൽ ഷേപ്പ് സ്ട്രക്ചറാണ് ടിപ്പ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ആ ഒരു എൻലാർജ്ഡ് വേർഷൻ നോക്കുകയാണെങ്കിൽ ടിപ്പിൻ്റെ അപ്പെക്സിൽ എപ്പോഴും ഒരു സിംഗിൾ ആറ്റമേ വരാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് റെസൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് സിംഗിൾ ആറ്റമുള്ള ടിപ്പ് യൂസ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു ടിപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 മില്ലിമീറ്റർ ആയിരിക്കണം. അത് ആ ടിപ്പ് നമ്മൾ മേക്ക് ചെയ്യേണ്ടത് കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ വെച്ചിട്ടാണ്. സോ ടിപ്പ് എപ്പോഴും സർഫസിന് നിയർ ആയിട്ട് വേണം പ്ലേസ് ചെയ്യാൻ. ദാറ്റ് മീൻസ് ടിപ്പിൻ്റെ എൻഡും സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും ലെസ് ദാൻ 0.1 നാനോമീറ്റർ ആയിരിക്കണം. സർഫസിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ഒരു 0.1 നാനോമീറ്റർ ഡിസ്റ്റൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ ഈ ഒരു ടിപ്പ് കണക്ട് ചെയ്തിട്ടുള്ളത് പീസോ ഇലക്ട്രിക് ട്യൂബിലാണ്. പീസോ ഇലക്ട്രിക് ട്യൂബ് യൂസ് ചെയ്യുന്നത് ആ ഒരു ടിപ്പിനെ XYZ ഡയറക്ഷനിൽ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയാണ്. സോ XYZ ഡയറക്ഷനിൽ മൂവ് ചെയ്യിക്കണമെങ്കിൽ ആ ഒരു പീസോ ഇലക്ട്രിക് ട്യൂബിൻ്റെ അകത്ത് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എക്സ് പീസോ, വൈ പീസോ ആൻഡ് ഇസഡ് പീസോ. സോ നമ്മൾ സ്കാനിങ് വേവ് ഫോം അപ്ലൈ ചെയ്യുന്നത് എക്സ് പീസോയിലേക്കും വൈ പീസോയിലേക്കുമാണ്. ആസ് എ റിസൾട്ട് അതൊരു ടിപ്പ് ഒരു റാസ്റ്റർ സ്കാനിങ് ഫോമിൽ മൂവ് ചെയ്യും. എക്സ് പീസോയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സോ ടൂത്ത് വോൾട്ടേജ് ആണ്, വൈ പീസോയിൽ റാമ്പാണ്. ദെൻ ഈ ഒരു ടിപ്പിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിൽ മൂവ് ചെയ്യിക്കാൻ വേണ്ടി ഇസഡ് പീസോ നമ്മൾ യൂസ് ചെയ്യും. ദെൻ ടിപ്പ് സർഫസിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് ആ ഒരു 0.1 നാനോമീറ്റർ ഡിസ്റ്റൻസിൽ വരികയാണെങ്കിൽ അവിടെ ടിപ്പ് ടു സർഫസ് ഒരു കറണ്ട് ഫ്ലോ ഇൻഡ്യൂസ് ചെയ്യും. ദാറ്റ് മീൻസ് ടണലിംഗ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ക്വാണ്ടം ടണലിംഗ് ആണ് എന്ന് പറഞ്ഞു. വിച്ച് മീൻസ് ഒരു ബാരിയർ ഉണ്ടെങ്കിലും ആ ബാരിയറിന് ഇലക്ട്രോൺസിന് ക്രൂസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഫസ്റ്റ് ഫിഗർ നോക്കുകയാണെങ്കിൽ സാമ്പിളിന് നെഗറ്റീവ് ബയാസിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്, ടിപ്പിന് പോസിറ്റീവ് ബയാസ്. സോ സാമ്പിൾ നെഗറ്റീവ് ബയാസ് വിത്ത് റെസ്പെക്ട് ടു ടിപ്പാണെങ്കിൽ ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും സർഫസ് ടു ടിപ്പായിരിക്കും അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് ടു ടിപ്പായിരിക്കും. സെക്കൻഡ് കണ്ടീഷൻ സർഫസിന് പോസിറ്റീവ് ബയാസ് കൊടുക്കുകയാണ് വിത്ത് റെസ്പെക്ട് ടു ടിപ്പാണെങ്കിൽ ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും ടിപ്പ് ടു സർഫസ് ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ കൊടുക്കുന്ന ബയാസിങ്ങിനനുസരിച്ച് ഇലക്ട്രോൺ ഫ്ലോ അവിടെ നടക്കും. ഇലക്ട്രോൺ ഫ്ലോ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ടണലിംഗ് കറണ്ട് ഫോം ചെയ്യും. ദാറ്റ് മീൻസ് ടണലിംഗ് കറണ്ട് I is equal to V into e raised to minus CD, where V is the voltage, C is a constant, D is the distance between tip and sample. സോ ഇതാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ക്വാണ്ടം ടണലിംഗ്. നമ്മളൊരു ബയാസിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാരിയർ ആ ഒരു 0.1 നാനോമീറ്റർ ഡിസ്റ്റൻസ് ക്രോസ് ചെയ്ത് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. ആസ് എ റിസൾട്ട് അവിടെ ഒരു ടണലിംഗ് കറണ്ട് ഫോം ചെയ്യും. Thus we can say probability of tunneling is exponentially dependent upon the distance. സോ നമുക്ക് പറയാം ടണലിംഗ് കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഡിസ്റ്റൻസിന് ഡിപ്പെൻഡൻ്റ് ആണ്. സോ ഇത് ടണലിംഗ് പ്രോസസ്സിൻ്റെ ഒരു എനർജി ബാൻഡ് ഡയഗ്രമാണ്. ഇതാണ് ടിപ്പ്. ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ട്, സബ്സ്ട്രേറ്റ് ഉണ്ട്. സോ ആ ടിപ്പിൽ നിന്ന് പൊട്ടൻഷ്യൽ ബാരിയർ ക്രോസ് ചെയ്ത് ഇലക്ട്രോൺസ് സബ്സ്ട്രേറ്റിലേക്ക് മൂവ് ചെയ്യും. സോ ടിപ്പ് സർഫസിലൂടെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് കറണ്ടിൽ വേരിയേഷൻ വരും. സർഫസിൻ്റെ സ്ട്രക്ചറിനനുസരിച്ച് കറണ്ട് വേരി ചെയ്യും. ഈ കറണ്ട് വേരിയേഷനെ നമ്മൾ ഇമേജ് ആക്കി കൺവേർട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യിക്കും. ദെൻ ഡിസ്റ്റൻസ് കൺട്രോൾ ആൻഡ് സ്കാനിങ് യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ മെയിൻലി ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയും അതുപോലെ XY ഡയറക്ഷന് വേണ്ടിയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് പീസോ ഇലക്ട്രിക് ട്യൂബാണ്. ബട്ട് നമുക്ക് ആ ഒരു 0.1 നാനോമീറ്റർ ഡിസ്റ്റൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ദാറ്റ് മീൻസ് ആ ഒരു ഫൈൻ ട്യൂൺ ചെയ്യണം. സോ അതിന് വേണ്ടിയാണ് എപ്പോഴും ഡിസ്റ്റൻസ് കൺട്രോൾ ആൻഡ് സ്കാനിങ് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ടിപ്പിനെ ക്ലോസ്ഡ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് ഡിസ്റ്റൻസ് കൺട്രോൾ യൂണിറ്റ് യൂസ് ചെയ്യുന്നത്.
ദെൻ ഒരു വൈബ്രേഷൻ ഐസൊലേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട് വൈബ്രേഷൻസിനെ എല്ലാം റിമൂവ് ചെയ്യിക്കാൻ വേണ്ടി. ബിക്കോസ് എന്തെങ്കിലും വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ ടിപ്പും സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ് വേരി ചെയ്യും. ആസ് എ റിസൾട്ട് അവിടെ സ്കാനിങ് പ്രോസസ്സിനെ അത് എഫക്റ്റ് ചെയ്യും. സോ ആ ഒരു വൈബ്രേഷൻ അൺവാണ്ടഡ് വൈബ്രേഷൻസിനെ എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു എൻറ്റയർ കമ്പോണൻസിനെയും ഒരു ഐസൊലേറ്റിംഗ് യൂണിറ്റിലേക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. Imaging of the surface can be carried out in two ways. First one is constant height mode. Constant height മോഡിൽ ഹൈറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കും. ദാറ്റ് മീൻസ് ടിപ്പ് പൊസിഷൻ എപ്പോഴും കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കും. ദെൻ അവിടെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് ടണലിംഗ് കറണ്ടാണ്. ടണലിംഗ് കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഡിസ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്യും. ഡിസ്റ്റൻസ് വേരി ചെയ്യുന്നതിനനുസരിച്ച് ടണലിംഗ് കറണ്ടും വേരി ചെയ്യും. ആൻഡ് ഈ ഒരു വേരിയേഷൻ ഇൻ കറണ്ടിനെ നമ്മൾ ഇമേജ് ആക്കി കൺവേർട്ട് ചെയ്യും. സോ ഇതൊരു ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ആ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതാണ് സബ്സ്ട്രേറ്റ്, ഇവിടെ ടിപ്പുണ്ട്. സോ ഈ ഒരു ടിപ്പിനെ നമ്മൾ സർഫസിലൂടെ മൂവ് ചെയ്യുകയാണ്. സോ ഫസ്റ്റ് ടിപ്പ് ഈ ഒരു പോയിന്റിലായിരിക്കും, ദെൻ മൂവ് ചെയ്ത് അതൊരു സെക്കൻഡ് പോയിന്റിലേക്ക് മാറി. സോ ഫസ്റ്റ് പോയിന്റിൽ ഈ ഒരു പോയിന്റിൽ ടിപ്പ് ഉള്ളത് ആറ്റത്തിൻ്റെ ടോപ്പ് പോയിന്റിലാണ്. ബട്ട് സെക്കൻഡ് പോയിന്റ് വന്നപ്പോൾ ടിപ്പ് ഉള്ളത് രണ്ട് ആറ്റത്തിൻ്റെയും ഇടയിലായിട്ടാണ് ആ ഒരു പോയിന്റ് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഈ ഒരു പോയിന്റിൽ ഉള്ള ഡിസ്റ്റൻസ് അല്ല, മീൻസ് സർഫസും ടിപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ല ഈ ഒരു പോയിന്റിൽ വന്നപ്പോൾ ഡിസ്റ്റൻസ് വേരി ചെയ്തു. രണ്ട് പോയിന്റിലും ഡിസ്റ്റൻസ് വേരി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ കറണ്ട് വേരി ചെയ്യും. സോ ഈ ഒരു കറണ്ട് വേരിയേഷനെയാണ് നമ്മൾ ഇമേജ് ആക്കി കൺവേർട്ട് ചെയ്യുക. സെക്കൻഡ് ഈസ് കോൺസ്റ്റൻറ്റ് കറണ്ട് മോഡ്. കോൺസ്റ്റൻറ്റ് കറണ്ട് മോഡ് മീൻസ് അവിടെ കറണ്ടാണ് കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുന്നത്. കറണ്ട് കോൺസ്റ്റൻ്റ് ആകണമെങ്കിൽ എപ്പോഴും ഹൈറ്റ്, ദാറ്റ് മീൻസ് ആ ഒരു ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. സോ ഡിസ്റ്റൻസിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ വേണ്ടി ടിപ്പായിരിക്കും അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുക. സോ ഈ ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റിനെ നമ്മൾ ഇമേജ് ആക്കി കൺവേർട്ട് ചെയ്യും. സോ ഓൾമോസ്റ്റ് എല്ലാ STOയും വർക്ക് ചെയ്യുന്നത് ഈ ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് മോഡിലാണ്. സോ ഇവിടെയും ഫിഗർ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റൻറ്റ് കറണ്ടാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സോ ആ ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ടിപ്പ് ആറ്റത്തിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിലായിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു രണ്ട് ആറ്റത്തിൻ്റെയും ഇടയിലാണ് ടിപ്പ് എന്ന് പറഞ്ഞു. നമുക്ക് ഈ രണ്ട് പോയിന്റിലും നേരത്തെ കേസ് വെച്ച് പറയുകയാണെങ്കിൽ ഈ രണ്ട് പോയിന്റിലും കറണ്ട് വേരി ചെയ്യും. ബട്ട് ഇവിടെ നമുക്ക് കറണ്ട് കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. സോ ആ ഒരു കറണ്ടിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ വേണ്ടി ടിപ്പ് നേരെ താഴേക്ക് മൂവ് ചെയ്യും. സോ ഫസ്റ്റ് പൊസിഷനിലുള്ള ഹൈറ്റ് അല്ല സെക്കൻഡ് പൊസിഷൻ വന്നപ്പോൾ ഹൈറ്റിൽ വേരിയേഷൻ വന്നു. സോ ഹൈറ്റ് വേരി ചെയ്ത് കറണ്ടിനെ കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കും. ദാറ്റ് മീൻസ് ഹൈറ്റ് വേരി ചെയ്യാൻ വേണ്ടി ടിപ്പ് താഴേക്ക് മൂവ് ചെയ്തു. സോ ഈ ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റിനെ നമ്മൾ ഇമേജ് ആക്കി കൺവേർട്ട് ചെയ്യും. ദെൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് STM ആർ versatile in nature. It can be used in ultra high vacuum, air, water and other liquids and gases. It gives a 3D profile of a surface, lateral resolution of 0.1 nanometer, 0.01 nanometer of resolution in depth. Disadvantages: expensive, need conductive surface, specific training is required to operate, need very clean surface and excellent vibration control, requires a single atom tip.